മുതിർന്ന മാധ്യമപ്രവർത്തകൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ മകന്റെ വസതിയിലായിരുന്നു അന്ത്യം. സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരാണ്. 1997 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സമകാലിക മലയാളം വാരിക തുടങ്ങിയപ്പോൾ പത്രാധിപരായി ചുമതലയേറ്റു. 2013 വരെ മലയാളം വാരികയിൽ പ്രവർത്തിച്ചു. കലാകൗമുദിയുടെയും പത്രാധിപരായിരുന്നു. പത്രാധിപർ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി. ശ്രീ എം.ജി. രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ അനുസ്മരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ എം.ജി.ആർ, ഇവിടെ നമുക്കറിയാം മാഗസിൻ ജേർണലിസ്റ്റിൻ്റെ പുതിയ മുഖം നൽകിയ വ്യക്തിത്വം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 40 വർഷത്തെ മലയാള മാധ്യമ പ്രവർത്തനം ചരിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ഏറ്റവും തലപ്പൊക്കമുള്ള മാഗസിൻ ജേർണലിസത്തിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള പത്രാധിപർ എന്ന് തന്നെ എസ് ജയചന്ദ്രൻ നായരെ വിശേഷിപ്പിക്കാനാവുന്നതിനെ പറ്റി ഒരു സംശയവുമില്ല. വർഷങ്ങളായി മാതൃഭൂമിക്ക് മാത്രം കൈവരിക്കാൻ കഴിഞ്ഞിരുന്ന ഒന്നാം സ്ഥാനത്ത് വാസ്തവത്തിൽ കലാകൗമുദിയുടെ വരവിന് ശേഷമാണ് അതിനാദ്യമായി ഒരു വെല്ലുവിളി ഉയർന്നത്. അത് ജയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ വന്ന കലാകൗമുദിക്കാണ്. കലാകൗമുദി മലയാളത്തിലെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാഗസിൻ ജേർണലിസം, ഒരു ലിറ്റററി ജേർണലിസ്റ്റിലാണ് മാതൃഭൂമി കൂടുതലും വ്യാപരിച്ചതെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാഗസിൻ ജേർണലിസം ആയിരുന്നു ജയചന്ദ്രൻ നായരുടെ ശക്തി. അവിടെ കലാകൗമുദി 80കളിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ജയചന്ദ്രൻ നായരായിരുന്നു. വളരെ മൂല്യവത്തായ മാധ്യമ പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതികമായിട്ടും ഒക്കെ വളരെ കൃത്യമായ നിലപാടുകളുള്ള ഉണ്ടായിരുന്ന ആളുമാണ് അദ്ദേഹം. കേരളത്തിലെ ജേർണലിസത്തിൽ വാസ്തവത്തിൽ ദീർഘമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. വളരെ ഉജ്ജ്വലരായിട്ടുള്ള മാഗസിൻ ജേർണലിസ്റ്റുകളായിട്ടുള്ള പത്രാധിപന്മാര്, അതിൽ കെ ബാലകൃഷ്ണൻ നായർ, എം കൃഷ്ണവാര്യർ, എം പി വാസുദേവൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയ ദീർഘമായിട്ടുള്ള വളരെ പ്രതിഭാധനന്മാരുടെ നിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. നന്ദി ശ്രീ എം.ജി. രാധാകൃഷ്ണൻ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. അദ്ദേഹത്തിന് ആത്മകഥയ്ക്ക് പുറമെ റോസാദളങ്ങൾ, പുഴകളും കടലും, അലകളില്ലാത്ത ആകാശം, വെയിൽത്തുണ്ടുകൾ, ഉന്മാദത്തിൻ്റെ സൂര്യകാന്തികൾ എന്നിവയാണ് പ്രധാന അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ്. ഈ ചിത്രങ്ങളുടെ നിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചിരുന്നു. അവസാന കാലത്ത് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ മകനൊപ്പമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം കൗമുദി ദിനപത്രത്തിലൂടെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ പത്രാധിപരാകുന്നു. 2013 വരെ മലയാളം വാരികയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ: കെ ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം, കെ.സി. സെബാസ്റ്റ്യൻ അവാർഡ്, കെ. വിജയരാഘവൻ അവാർഡ്, എം.വി. പൈലി ജേർണലിസം അവാർഡ്, C.H. മുഹമ്മദ് കോയ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ സത്യം എന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ജേർണലിസം ചരിത്രത്തിലെ തലപ്പൊക്കമുള്ള ശ്രീ എം.ജി. രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തലപ്പൊക്കമുള്ള പത്രാധിപരായിരുന്ന ശ്രീ എസ് ജയചന്ദ്രൻ നായരാണ് ഇപ്പോൾ വിടവാങ്ങിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, ഒരുപാട് കൃതികളുടെ സൃഷ്ടാവ് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ശ്രീ റോയി മാത്യു കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ റോയി മാത്യു, നമുക്ക് ഒരുപാട് ഓർത്തെടുക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മാധ്യമരംഗത്തിന്. തലപ്പൊക്കമുള്ള ഒരു പത്രാധിപർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? എന്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിനോടൊപ്പം ആയിരുന്നു. ഏതാണ്ട് 4 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ കേരള കലാകൗമുദിയിൽ ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു പത്രാധിപർ എന്തായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ നിർവചനമാണ് എസ് ജയചന്ദ്രൻ നായർ സാറിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനവും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു പത്രാധിപർ എന്തൊക്കെയാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് ഉള്ള നിരവധി മാധ്യമപ്രവർത്തകർ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയാണ് തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായ ചെറുപ്പക്കാരായ പത്രപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൊണ്ട് വാർത്ത എഴുതുന്നതിനകത്ത്, വാർത്ത കണ്ടുപിടിക്കുന്നതിനകത്ത് വലിയ തോതിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണലായ ഒരു എഡിറ്ററായിരുന്നു എസ് ജയചന്ദ്രൻ നായർ സാർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള
പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സാഹിത്യകാരന്മാരെ കണ്ടെത്തുന്നതിലും അവരെ കൊണ്ട് അവരുടെ സാഹിത്യ കൃതികൾ കലാകൗമുദിയിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിപ്പിക്കുന്നതിനൊക്കെ മുൻകൈ എടുത്ത ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പ്രധാനപ്പെട്ട കാരിക്കേച്ചറിസ്റ്റുകളും ആയ നമ്പൂതിരി, പിന്നെ സാഹിത്യഭാരബലം എഴുതിക്കൊണ്ടിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ, എം ഡി വാസുദേവൻ നായരെ കൊണ്ട് എം ഡി വാസുദേവൻ നായരുടെ പ്രസിദ്ധമായ നോവല് രണ്ടാമൂഴം അത് പ്രസിദ്ധീകരിച്ചത് ജയചന്ദ്രൻ നായർ സാർ കലാകൗമുദിയിൽ ഇരിക്കുന്ന കാലത്താണ്. അപ്പൊ ഇങ്ങനെ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ സാഹിത്യ കൃതികളെ, രാഷ്ട്രീയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ തോതിൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു പത്രാധിപരാണ് ജയചന്ദ്രൻ നായർ. അതിനകത്ത് തർക്കമില്ല. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതിയെക്കുറിച്ച് ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് എഴുതി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരമ്പരയുടെ ലേഖകനായിരുന്നു എസ് ജയചന്ദ്രൻ. അതായത് കേരളകൗമുദിയിൽ 1974 കാലഘട്ടങ്ങളിൽ വന്ന കാട്ടുകള്ളന്മാർ, കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് പരിസ്ഥിതി വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു ഇഷ്യൂവായി വരുന്ന ആ പരമ്പര എഴുതിയത് എസ് ജയചന്ദ്രൻ നായരും NRS ബാബുവും ചേർന്നായിരുന്നു. കാട്ടുകള്ളന്മാരെന്നായിരുന്നു ആ പരമ്പരയുടെ പേര്. അങ്ങനെ നിരവധി തരത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകളെ, സാഹിത്യ റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരു പത്രാധിപരാണ് എസ് ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹം എല്ലാ ലെവലിലും ഒരു ടീംമാനായിരുന്നു. ജോലി ചെയ്ത പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരെ കരുതുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരെ കൊണ്ട് നല്ല സൃഷ്ടികൾ കൊണ്ടുവരുന്നതിനകത്ത് വലിയ തോതിൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു പത്രാധിപർ. അത്ര ഒരു പത്രാധിപരുടെ പരമ്പര തന്നെ നമുക്ക് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു തന്നെ. കഴിഞ്ഞ ആഴ്ചയാണല്ലോ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രാധിപരായിരുന്ന എം ഡി വാസുദേവൻ നായർ ഈ ലോകം വിട്ടുപോയത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ സമകാലീനനും അവരുടെ സുഹൃത്തുക്കളുമായിരുന്ന എസ് ജയചന്ദ്രൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. ശരി, ശ്രീ റോയി മാത്യു ആണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരണ്, നേരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ അനുസ്മരിച്ചതുപോലെ മാധ്യമരംഗത്തിന് നിരവധി സംഭാവനകൾ നൽകിയ, ഒരുപാട് മാറ്റങ്ങൾക്ക് കളമൊരുക്കിയ ഒരു മാധ്യമപ്രവർത്തകൻ, തലപ്പൊക്കമുള്ള പത്രാധിപർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് ഈ സമയത്ത് ഓർത്തെടുക്കാനാവുന്നത്? രഞ്ജിത്ത, മാഗസിൻ ജേർണലിസത്തിൽ എന്ന് തന്നെ പറയാം. മാഗസിൻ ജേർണലിസം എന്ന് പറയുമ്പോൾ മാഗസിൻ അല്ല, യഥാർത്ഥത്തിൽ വാരികയാണ്, വീക്കിലി ജേർണലിസം എന്ന് ആ തരത്തിലേക്ക് പറയേണ്ടി വരും. എങ്കിലും മാഗസിൻ ജേർണലിസത്തിൽ കേരളത്തിലെ ഏറ്റവും അധികായരായ 1-2 പേരുടെ പേരെടുത്താൽ അതിൽ മുന്നിൽ നിർത്താവുന്ന പേര് തന്നെയാണ് ശ്രീ എസ് ജയചന്ദ്രൻ നായരുടേത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കേരളത്തിലെ മാഗസിനുകളെല്ലാം പ്രധാനമായും ഊന്നിയിരുന്നത് സാഹിത്യത്തിൽ മാത്രമായിരുന്നു. പൂർണ്ണമായും സാഹിത്യ വിഷയങ്ങളിലും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ മാത്രം നിന്നൊരു സ്ഥാനത്ത് നിന്ന് സാഹിത്യത്തിനൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി വാരികകളുടെ ശ്രദ്ധ കൊണ്ടുവന്നത് അന്ന് കലാകൗമുദിയാണ്. അത്തരം വിഷയങ്ങൾ നേരിട്ട് ഇടപെടുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുകയും അത്തരം അഭിപ്രായങ്ങൾക്കും ചെറുപ്പക്കാർക്കടക്കം അവസരം നൽകുകയും ഒക്കെ ചെയ്തു. കോൺഗ്രസിലടക്കം വലിയ കലാപം, കരുണാകരൻ AI ഗ്രൂപ്പുകളുടെ കലാപമൊക്കെ നടക്കുമ്പോൾ ചെറുപ്പക്കാരായ വലിയൊരു നിരക്ക് അവസരം നൽകിയ കിരണ്, ശ്രീ ഷാജി എൻ കരുൺ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഷാജി എൻ കരുൺ സിനിമാ രംഗവുമായും ഏറെ ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് 2 കഥകൾ സിനിമയായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ എല്ലാ രംഗത്തും തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരാളെന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ. ശ്രീ ഷാജി എൻ കരുൺ, കേൾക്കാമോ സാർ? സാർ, ശ്രീ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് സിനിമാ രംഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട 2 സിനിമകൾ കഥാകൃത്താണ്, നിർമ്മാതാവാണ്. അങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് മാത്രമല്ല മറ്റ് രംഗത്തും പ്രതിഭ തെളിയിച്ച ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അതെ, എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്നെ ഒരു ചലച്ചിത്രകാരനാകാൻ ഒരർത്ഥത്തിൽ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ ജയചന്ദ്രൻ നായർ. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു വിഷയപ്പിറവി ഞാൻ എടുക്കില്ലായിരുന്നു. അതുപോലെ തന്നെ സമ്മും രഞ്ജിത്തിന്റെ കൂടെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു സംവിധായകൻ ആവണം എന്ന് നിർദ്ദേശിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ഒരു ചലച്ചിത്ര രംഗത്തിൽ ഒരു സംവിധായകനായിട്ട് മാറുന്നതിൽ അദ്ദേഹം നിർവഹിച്ച പങ്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായിട്ട് കൂടി ഞാനതിനെ കണക്കാക്കുന്നു. കാരണം വേറൊരു വ്യക്തി ആ നിലയിൽ എന്നെ എൻകറേജ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം
അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു മനസ്സെന്ന് പറയുന്നത് കലാമോദിയിലായാലും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സൃഷ്ടികൾ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാനും ഒരു ചലച്ചിത്രകാരനായിട്ട് മാറുന്നത്. വാസ്തവത്തില് 15 വർഷം ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ 15 വർഷത്തിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞ വിധമായിരിക്കാം റവിക്കും സൊമ്മിനും ഒക്കെ നിർമ്മാതായിട്ട് അദ്ദേഹം തന്നെ സ്വയം നിർമ്മാതാവായിട്ട് NFDC ലോൺ എടുത്ത് എനിക്ക് അന്ന് സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ലോൺ എടുക്കാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ നിലയിൽ NFDC പിറവി അപ്ലൈ ചെയ്യുകയും അതിന് നിർമ്മാതാവായിട്ട് ലോൺ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പടം ഉണ്ടാക്കുകയും ചെയ്തു. അത് അറിയാമല്ലോ, അന്ന് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ നാഷണൽ അവാർഡ് 4 കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഡൽഹിയിൽ പലതവണയായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹവും ഞാനും ഒരുമിച്ച് പങ്കാളിയായിട്ട് പല സിനിമകളും ഒരുമിച്ച് കാണാനും അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിൽ സിനിമയെ കുറിച്ച് കൂടുതൽ നേരം സംസാരിക്കാനും അതിന്റെ അന്നത്തേക്ക് തർക്കോസ്കി ആയാലും ബർഗ്മാനാക്കി ആണെങ്കിലും വാദോരാതെ വർത്താനം പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതിന്റെയൊക്കെ പ്രചോദനമാണ് ഇന്നിപ്പം ഈ നിലയിൽ ഒരു ചലച്ചിത്രകാരനായിട്ട് നിൽക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത്. അത് മാത്രമല്ല, ഈ അദ്ദേഹം എഴുതിയ ബുക്കുകൾ ഒരെണ്ണം പ്രധാനപ്പെട്ട ബുക്ക് ഈ തവണ ചലച്ചിത്ര അക്കാദമി എന്നെ കുറിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ച് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നെ കുറിച്ച് എഴുതുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. ഒരു കാലത്തും ആ കടപ്പാട് അവസാനിക്കുന്നില്ല എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ശരി, അദ്ദേഹത്തിന് 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കഥ എഴുതിയതും നിർമ്മിച്ചതും ശ്രീ ജയചന്ദ്രൻ നായരായിരുന്നു. പിറവിയും സ്വമ്മും നമുക്കറിയാമെന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് അടയാളപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു. അവാർഡുകൾ വാരിക്കൂട്ടി ദേശീയ ശ്രദ്ധ ആകർഷിച്ച സിനിമകളുടെ കഥാകൃത്ത് കൂടിയാണ് ശ്രീ എസ് ജയചന്ദ്രൻ നായർ. കിരൺ ബാബു തുടരാം. രഞ്ജിത്തെ, ആ തരത്തിലേക്ക് മലയാള മാധ്യമ രംഗത്ത് സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി സാഹിത്യത്തെയും അതേപോലെ തന്നെ നിലനിർത്തിക്കൂടുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും പുതിയ തലമുറയുടെ അഭിപ്രായങ്ങൾക്ക്, ലോകത്താകമാനം വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാഹിത്യത്തിലെ മാറ്റങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന തലമുറയുടെ അഭിപ്രായങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഇടമായി അന്ന് കലാകൗമുദി മാറിയത്. കലാകൗമുദിയിലായിരുന്നു അദ്ദേഹം ആ കാലത്ത് സഹപത്രാധിപരായും പിന്നീട് പത്രാധിപരായി മാറിയത്. അന്ന് വലിയ അവസരമാണ് കേരളത്തിലെ ഈ പറയുന്ന പുതുതലമുറയിൽ നിൽക്കുന്ന അന്നത്തെ പുതുതലമുറയിൽ നിൽക്കുന്ന സാഹിത്യകാരന്മാർക്കൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും നൽകിയത്. അവരുടെ അഭിപ്രായങ്ങൾക്കും അത്തരത്തിലെ കൃതികൾക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട മാഗസിനുകളിലൊക്കെ ആ സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം ലഭിച്ചിരുന്ന അവസരം അങ്ങനെ ഒരു പുതിയ തലമുറയുടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കലാപമോ അല്ലെങ്കിൽ സാഹിത്യത്തിലെ ഒരു കലാപമോ ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ച ഒരു എഡിറ്റർ കൂടിയായിരുന്നു ശ്രീ എസ് ജയചന്ദ്രൻ നായർ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെതാണ് നേരത്തെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സാഹിത്യ വാരഫലത്തിൽ ഒക്കെ കലാകൗമുദിയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചതും പിന്നീട് അദ്ദേഹം മലയാളത്തിൻ്റെ പത്രാധിപരായി പോകുമ്പോൾ അവിടേക്ക് സാഹിത്യ വാരഫലത്തെയും M കൃഷ്ണൻ നായരെയും എത്തിച്ചതുമൊക്കെ ശ്രീ എസ് ജയചന്ദ്രൻ നായർ എന്ന മഹാനായ എഡിറ്റർ കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്പൂതിരിയുടെ വരകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് മലയാളി ആ നോവലിലെ കഥാപാത്രങ്ങളെ പലതും സങ്കല്പിക്കുന്നത് നമ്പൂതിരിയുടെ വരകളിൽ കൂടിയാണ്. അത്തരം ഒരു വരകൾ എത്തിക്കാൻ നമ്പൂതിരിയെ ആ ഒരു രേഖാചിത്ര രംഗത്തേക്കും അല്ലെങ്കിൽ ആ തരത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കലാകൗമുദിയിലൂടെയും അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം പത്രാധിപരായിരുന്ന മലയാളത്തിലൂടെയും ഒക്കെയാണ്. അങ്ങനെ മലയാളത്തിലെ എക്കാലത്തും പറഞ്ഞാൽ MB നാരായണപിള്ളയെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയമായിരുന്ന കോളം എഴുത്തുകാരൻ MB നാരായണപിള്ള കോളവും കലാകൗമുദിയിൽ. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം.